വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന രചനയുടെ 6-ാമത്തെ അധ്യായത്തിന്റെ വായന ഇവിടെ തുടങ്ങുന്നു. മജീദ് സ്കൂളിൽ പോകാൻ ഒരുങ്ങുന്നതിന്റെയും സുഹറയെയും ഒപ്പം കൂട്ടാനുള്ള മോഹം പ്രകടിപ്പിക്കുന്നതിന്റെയും ബാപ്പയുടെ പ്രതികരണത്തിന്റെയും കഥ പറയുന്ന ഈ ഒരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. സുഹറ അവളുടെ വീടിന്റെ വാതിൽക്കൽ നിന്ന് മജീദിനെ അവന്റെ ബാപ്പ പട്ടണത്തിലെ ഹൈസ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകുന്നത് കണ്ടു. 2 പേർക്കും കുടയുണ്ട്. മജീദിന്റേത് പുതിയത്. അവന്റെ ഷർട്ടും മുണ്ടും തൊപ്പിയും പുതിയത്. ഗ്രാമവീഥിയിലൂടെ അവർ പോയി ദൂരമറിയുന്നത് അവൾ കണ്ടു. അന്നു സന്ധ്യയ്ക്ക് സ്കൂളിൽ നിന്ന് മടങ്ങി വന്ന മജീദ് മാവിൻ ചുവട്ടിൽ ഹാജരായി. നല്ല മണമുള്ള പുതിയ പാഠപുസ്തകം അവന്റെ കയ്യിലുണ്ടായിരുന്നു. ഉത്കണ്ഠയോടെ ഓടി വന്ന സുഹറയെ അഭിമാനപൂർവ്വം അവനത് കാണിച്ചു. പടം വളരെയുണ്ട്. അവളത് വാങ്ങി മറിച്ചു മറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. മജീദ് മൈലുകൾക്കപ്പുറത്തുള്ള പട്ടണത്തിലെ അത്ഭുത കാഴ്ചകളെ വർണ്ണിച്ച് ഒടുവിൽ സ്കൂളിനെപ്പറ്റി പറഞ്ഞു. പട്ടണത്തിന്റെ ഒത്ത നടുക്ക് വെള്ള തേച്ച് ഓടുമേഞ്ഞ 7 വലിയ കെട്ടിടങ്ങൾ. ഇവിടുത്തെ പള്ളിക്കൂടം പോലെയല്ല, വലിയ ഒരു തോട്ടം. എന്തെല്ലാം തരം ചെടികളുണ്ടെന്നോ. ഞാൻ അതിന്റെ എല്ലാ അരി കൊണ്ടുവന്ന് തരാം. പിന്നെ കളിക്കാനുള്ള സ്ഥലം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. മജീദ് തുടർന്നു. കുട്ടികൾ എത്രയുണ്ടെന്നോ കണക്കില്ല. ഹെഡ് മാസ്റ്റർ സ്വർണ്ണക്കണ്ണടക്കാരനായ ഒരു തടിയനാണ്. കയ്യില് ചൂരൽ എപ്പോഴുമുണ്ട്. പിന്നെ എന്റെ സാറിന് കണ്ണ ഒന്നേയുള്ളൂ. ഞങ്ങളുടെ ക്ലാസ്സിൽ 42 കുട്ടികളുണ്ട്. അതിൽ 14 പെൺകുട്ടികളാണ്. ഉൾക്കത്തലോടെ മജീദ് പെട്ടെന്ന് നിർത്തി. സുഹറായുടെ കണ്ണുനീർ പുസ്തകത്തിൽ. സുഹറ, മജീദ് വിളിച്ചു. കണ്ണുനീരിന്റെ ഹേതുവെന്തെന്ന് അവനു മനസ്സിലായില്ല. കരയുന്നത് എന്തിനാ? മജീദ് വീണ്ടും വീണ്ടും ചോദിച്ചു. ഒടുവിൽ അവൾ മുഖമുയർത്തി പതുക്കെ പറഞ്ഞു, എനിക്കും പഠിക്കണം, സുഹ്റായ്ക്കും പഠിക്കണം. റബ്ബേ, അതിന് എന്തു വഴി? മജീദ് ചുഴിഞ്ഞാലോചിച്ചു. ചീവീട് കരയുന്നത് പോലെയുള്ള ശബ്ദം അവന്റെ തലയ്ക്കുള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അവസാനം വഴിയുണ്ടായി. മജീദ് പറഞ്ഞു, ഞാൻ പഠിക്കുന്നത് ദിവസവും സുഹറയ്ക്ക് പറഞ്ഞുതരാം. അങ്ങനെ സമ്മതിച്ചു പോന്നെങ്കിലും അതിനേക്കാൾ ഉത്തമമായ മാർഗം മജീദ് കണ്ടുപിടിച്ചു. മജീദിന്റെ വീട്ടിൽ ധാരാളം സ്വത്തുണ്ടല്ലോ. സുഹറയും കൂടി പള്ളിക്കൂടത്തിൽ അയച്ചു പഠിപ്പിച്ചാൽ എന്താണ്? ബാപ്പയോട് പറയാൻ പേടി. ഉമ്മയോട് പറയാം, അവൻ ഉറപ്പിച്ചു. ബാപ്പ ആള് സ്നേഹസമ്പന്നനാണ്, ലേശം മുൻകോപിയും. താൻ പറയുന്നത് മനസ്സിലായോ? ഇല്ല എന്ന് കൂട്ടിച്ചേർക്കും. അന്നു രാത്രി ഊണ് കഴിഞ്ഞ് ബാപ്പ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുകയായിരുന്നു. ഉമ്മ അടയ്ക്ക നുറുക്കിക്കൊണ്ടിരുന്നു. പതറുന്ന ഹൃദയത്തോടെ മജീദ് ഉമ്മായുടെ അടുത്ത് ചെന്നിരുന്നു. പതുക്കെ വിളിച്ചു, ഉമ്മാ. മാതാവ് വാത്സല്യപൂർവ്വം ചോദിച്ചു, എന്താ മോനെ? മജീദ് പതുക്കെ പറഞ്ഞു, നമുക്ക് ആ സുഹറയെയും കൂടി ഒന്ന് പഠിപ്പിച്ചാൽ എന്താ? കുറെ സമയത്തേക്ക് ആരും ഒന്നും പറഞ്ഞില്ല. ബാപ്പ വെറ്റില മടക്കി ചുരുട്ടി വായിൽ വെച്ച് നുറുക്കിയ അടയ്ക്കയും വായിലിട്ടു ചവച്ചു. എന്നിട്ട് തങ്കം പോലെ പ്രകാശിച്ചു കൊണ്ടിരുന്ന പിച്ചളച്ചെല്ലത്തിൽ നിന്ന് വെള്ള ഡബ്ബി എടുത്ത് പുറത്തേക്ക് വെച്ചു. രൂക്ഷമായ ഒരു ഗന്ധം അവിടെ എങ്ങും വ്യാപിച്ചു. ഇടിച്ചു കൂട്ടിയ പുകയില കൈവെള്ളയിലാക്കി വായിലിട്ടു. മോണയിലേക്ക് നീക്കി. എന്നിട്ട് മുറ്റത്തേക്ക് നീട്ടി ഒന്ന് തുപ്പി. ഇതിലോട്ട് തുപ്പിയാ പോരെ? ഉമ്മ കോളാമ്പി നീക്കി വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ ചെടിയുടെ ഇലയിലൊക്കെ ചോര പോലെ കിടക്കും. അന്റെ ഉമ്മാന്റെ ചെടി എന്ന് പരിഹാസത്തോടെ പറഞ്ഞിട്ട് ബാപ്പ ചാരുകസാരയിൽ മലർന്നു കിടന്നു. പകലിനേക്കാൾ പ്രകാശമേറിയ ശരരാന്തലിന്റെ ഉഗ്രമായ വെളിച്ചത്തിൽ ബാപ്പായുടെ ഫ്ലാനൽ ഷർട്ടിന്റെ പൊൻകുടുക്കുകൾ മഞ്ഞളിച്ചു തിളങ്ങി. കറുത്ത പുരികക്കൊടികൾ ഉയർന്നു. തവിട്ടു നിറത്തിലുള്ള തോലുപോലെ മിനുത്ത നെറ്റി ചുളിഞ്ഞു. സ്വർണ്ണക്കണ്ണടയുടെ വട്ടച്ചില്ലിലൂടെ ബാപ്പ നോക്കി മജീദിനെ പറ്റിയുള്ള അഭിപ്രായം രേഖപ്പെടുത്തി. എടി, ഇവൻ എവിടെയെങ്കിലും പോയിക്കോട്ടെ, രാജ്യമൊക്കെ ഒന്ന് ചുറ്റിയിട്ടേ ഞമ്മളെ പോലത്തെ ലോഹരൊക്കെ എങ്ങനെയാ കഴിയുന്നതെന്നൊന്ന് ഇവനൊന്ന് പഠിക്കട്ടെടി, മനസ്സിലായോ? ഇനി തുടങ്ങി. എന്തെങ്കിലും മുണ്ടിപ്പോയാ ഉടനെ പൊക്കോ, രാജ്യം വിട്ടോ. എന്നാലും
എന്തിനാ ഇതെല്ലാ ദിവസവും പറയണേ? എടി, ഇവന് ബുദ്ധിയില്ല. മറ്റുള്ളവർക്ക് ഒത്തിരി ബുദ്ധിയുണ്ട്. ഉമ്മായുടെ ഒരു മുള്ളുവാക്ക് പാപ്പ വിടുമോ? എടി, ഇവന് കിട്ടിപ്പോയത് നിന്റെ ബുദ്ധിയാ, മനസ്സിലായോടി? ഇല്ല. ഓ, ഇപ്പൊ ആയപ്പ എന്റെ ബുദ്ധിക്ക് വലിയ കുറ്റം. റബ്ബിന്റെ വേണ്ടിയേ. എടി, അല്ലെങ്കിൽ ഇവനിത് തോന്നോ? എടി, എന്റെ അനുഷ്യന്മാർക്കെല്ലാം കൂടെ 26 മക്കള്. നിന്റെ അനുചരന്മാർക്കും മനുഷ്യത്തിമാർക്കും എല്ലാം കൂടെ ഭഗന്ത പോലെ 41 എണ്ണം. എടി, അതെല്ലാം കൂടെ ഇവിടെ വന്ന് ചോറ് തിന്നുമ്പോ ഞാൻ വല്ലതും പറയണുണ്ടോടി? ഇല്ല. എന്റെ ബധീരങ്ങളെ, എന്തൊരു പങ്കപ്പാടാണ് ഇത്. എടി, നീ 1000 ബധീരങ്ങളെ വിളി, എന്നാലും നിനക്ക് ബുദ്ധി ഉണ്ടാകുമോ? ഇല്ല. ഞാൻ പറയണത് നിനക്ക് മനസ്സിലാകുമോ? ഇല്ല. എന്നാ പിന്നെ എഴുതി കാണീര്. എഴുത്തറിയാൻ വയ്യാത്ത ഉമ്മ പറഞ്ഞു. അതു കേട്ടു ബാപ്പ പൊട്ടിച്ചിരിച്ചു. ഉമ്മായുടെ വെളുത്ത കുപ്പായത്തിൽ ചെമന്ന തുപ്പൽ തുള്ളികൾ നിറഞ്ഞു. പോടി അപ്പുറത്ത്, ബാപ്പ ആജ്ഞാപിച്ചു. പോയി നിന്റെ കുപ്പായം മാറ്റിക്കൊണ്ടുവാ, മനസ്സിലായോടി? ഇല്ല. ഉമ്മ പോയി കുപ്പായം മാറി വേറൊന്ന് ധരിച്ചിട്ട് വന്നു. ബാപ്പ തുടർന്നു. എയ്ത്ത്. എടി, നിന്റെ ബാപ്പ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എടി, നിന്റെ ആങ്ങളമാര് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഉമ്മ വിടുമോ? ഓ, നിങ്ങളുടെ എല്ലാരും ഒത്തിരി പഠിച്ചിട്ടുണ്ടേ. അതിനു ബാപ്പ വളരെ സമയത്തേക്ക് ഒന്നും പറഞ്ഞില്ല. ബാപ്പ എഴുത്തു പഠിച്ചിട്ടില്ല. ബാപ്പായുടെ ബാപ്പായും ബാപ്പായുടെ ഉമ്മായും എഴുത്തു പഠിച്ചിട്ടില്ല. അത് ഉമ്മ ഓർമ്മിപ്പിച്ചത് കാരണം ബാപ്പായ്ക്ക് ദേഷ്യം വന്നു. അധികം പറഞ്ഞാലുണ്ടല്ലോടി, ബാപ്പ ഗർജിച്ചു. നിന്റെ ശംഖ് ഞാൻ ചവിട്ടി വെള്ളമാക്കും, മനസ്സിലായോടി? ഇല്ല. അതിന് ഉമ്മ എന്തെങ്കിലും സമാധാനം പറഞ്ഞാൽ ഉടനെ വഴക്കുണ്ടാകുമായിരുന്നു. ചെല്ലമെടുത്ത് മുറ്റത്തേക്കെറിയും. ഉമ്മായെ അടിക്കും, മജീദിനെ അടിക്കും, മജീദിന്റെ സഹോദരിമാരെ അടിക്കും. മാത്രമല്ല, മജീദിന്റെ ചെടികൾ മുഴുവൻ വലിച്ചു പിഴുതു കളയും. അതുകൊണ്ട് ഉമ്മ ഒന്നും സമാധാനം പറഞ്ഞില്ല. ഉമ്മ ഒന്നും പറയാത്തത് കൊണ്ട് ബാപ്പ ചോദിച്ചു, എന്താടി, നാവിറങ്ങിപ്പോയോ? ഇല്ല. ഉമ്മ വളരെ ശാന്തതയോടെ ചോദിച്ചു, ഇതൊക്കെ എന്തിനാ പറയണത്? മജീദ് ഒന്ന് ചോദിച്ചു പോയി. റബ്ബിന്റെയും നേർച്ചക്കാരുടെയും വേണ്ടിയ കൊണ്ട് നമുക്ക് വേണ്ടിയോളം മുതലുണ്ടല്ലോ. ഇപ്പൊ ആ സുഹറാടെ ബാപ്പ മരിച്ചുപോയി. ഇപ്പൊ അതുങ്ങൾക്ക് ആരുമില്ല. ഞമ്മക്ക് അവളെയും പഠിപ്പിച്ചാലെന്താ? മജീദ് ഉത്കണ്ഠയോടെ കാത്തിരുന്നു. ഉമ്മായുടെ കഴുത്തിലെയും കാതുകളിലെയും സ്വർണ്ണാഭരണങ്ങൾ തിളങ്ങി. ഉണ്ടടി, നമുക്ക് വേണ്ടിയോളം മുതലുണ്ട്. നിന്റെ ബാപ്പ സമ്പാദിച്ചു തന്നതോ അതോ നിനക്ക് ശ്രീധനം കിട്ടിയതോ ആണോ അത്? തുടങ്ങി. ശ്രീധനം ചുമ്മാ കെട്ടിക്കൊണ്ടു പോന്നതല്ലേ, പിന്നെ എണ്ണിക്കൊണ്ടേ 1000 രൂപയും പിന്നെ കൈത്തേലും കാതേലും കയ്യേലും കാലേലും പിന്നെ ആരേലുമേ നിറച്ചു പൊന്നും തന്നതേ മറന്നുപോയോ? ബാപ്പ മീശ പിരിച്ചു. അവിടെ 1000 തൊലിഞ്ഞ രൂപ. എടി, നിന്നോളം തൂക്കത്തി രൂപ കൊടുത്താലും നിന്നെ പോലത്തെ ബുദ്ധിയില്ലാത്തതിന് വല്ലോരും കെട്ടുപോടി? ഇല്ല. എന്നാ ഇനി ഒരു ബുദ്ധിയുള്ളതിനെ പോയി കെട്ടുമടി, കെട്ടും. എന്നെപ്പോലത്തെ യോഗ്യതയുള്ള ആണുങ്ങൾക്ക് 1000 അല്ലടി 10,000 തരാൻ ആളുണ്ട്, മനസ്സിലായോടി? ഇല്ല. ഉമ്മ അതിനൊന്നും പറഞ്ഞില്ല. വേണമെങ്കിൽ ബാപ്പായ്ക്ക് എത്ര എണ്ണത്തിനെയെങ്കിലും കെട്ടാം. ഉമ്മ ഒന്നും പറയാത്തത് കൊണ്ട് ബാപ്പായ്ക്ക് ശുണ്ഠി വന്നു. അവള് പറഞ്ഞു കേട്ടാ, ഞമ്മക്ക് വേണ്ടിയോളം മുതലുണ്ടെന്ന്. ആ പറഞ്ഞത് ഒറ്റ കാശിന് പോലും മുതലില്ല എന്ന ഭാവത്തിലാണ്. മജീദിനു സത്യം അറിയാമായിരുന്നു. ആ നാട്ടിലേക്ക് ഏറ്റവും അധികം സ്വത്തുള്ളത് ബാപ്പായ്ക്കാണ്. ഓരോ പ്രാവശ്യവും ഇടിയിക്കുന്ന തേങ്ങ പറമ്പുകളിൽ മല പോലെ കിടക്കും. ഓരോ പ്രാവശ്യവും കൊയ്തു മെതിച്ചു കൊണ്ടുവരുന്ന നെല്ല് ഇടാനൊന്നും സ്ഥലം പോരായിരുന്നു. അതിനൊക്കെ പുറമെ തടിക്കച്ചവടത്തിൽ മികച്ച ലാഭം കിട്ടിക്കൊണ്ടുവരുന്നു. ഒരിക്കൽ തടി വിറ്റുകൊണ്ടുവന്നത് മുഴുവൻ കുതിരപ്പവനായിരുന്നു. അത് വെള്ളക്കടലാസിൽ കുന്നുപോലെ ചൊരിഞ്ഞിട്ട് ശരറാന്തലിന്റെ മുൻപിൽ വെച്ചു ബാപ്പ എണ്ണി എണ്ണി അട്ടിവെച്ച് മടിശീലയിൽ കെട്ടി പെട്ടിയിൽ വെച്ചു പൂട്ടുന്നതിന് മുൻപ് മജീദ് അത് വാരി വാരി കളിച്ചു. അതിന്റെ മഞ്ഞദ്യുതിയും മന്ത്രരവവും മജീദിന് വിസ്മരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്കു ധനികരായവർക്ക് ഈ ഒരു സാധു ബാലികയെ പഠിപ്പിച്ചുകൂടെ? ഉമ്മ പറഞ്ഞു. ഇല്ലെന്ന് പറയല്ലേ, ഞമ്മക്കുണ്ടല്ലോ. ഈ നാട്ടിലുള്ളവരെക്കാണെ സ്വത്ത് ഞമ്മക്കില്ലേ?
മജീദിന്റെ അത്രല്ലേ ആകുള്ളൂ ആ സുഹറാനെയും പഠിപ്പിച്ച. ബാപ്പായ്ക്ക് ദേഷ്യം വന്നു. എടി, നിനക്ക് ബുദ്ധിയില്ലെന്ന് ഞാൻ പറഞ്ഞതാ, നിനക്ക് മനസ്സിലാകുമോ? ഇല്ല. എടി, എന്റെയും നിന്റെയും ചോരപ്പെട്ടത് എല്ലാം കൂടെ എത്രയുണ്ടെന്ന് അറിയാവോടി? ഇല്ല. 26 41 എത്രയാന്ന് അറിയാവോടി? ഇല്ല. ഉമ്മ ചോദിച്ചു. എത്രയിടാ മജീദേ? മജീദിന്റെ തലച്ചോറ് വിയർത്തുപോയി. ഭയങ്കര കണക്കാണ്. അവൻ കടലാസും പെൻസിലും എടുക്കാൻ ഓടി. ഏറ്റവും പരിഹാസപരമായ ഒരു ചിരി ബാപ്പ ചിരിച്ചു. അതേ പോണെടി നിന്റെ ബുദ്ധി. മജീദ് കടലാസും പെൻസിലും കൊണ്ടുവന്ന് 26ന്റെ അടിയിൽ 41 എഴുതി. എന്നിട്ട് വിയർത്തു കുളിച്ച് അവൻ കൂട്ടുവാൻ തുടങ്ങി. അപ്പോൾ ചിരിച്ചുകൊണ്ട് ബാപ്പ പറഞ്ഞു, എടീ 67. അപ്പോഴേക്കും മജീദും കൂട്ടിക്കഴിഞ്ഞിരുന്നു. ശരിയാണ്, 67. മജീദ് സമ്മതിച്ചു. ബാപ്പ ഗർജിച്ചു. എടീ, ബാപ്പ തുടർന്നു, ആ സൊഹറ നല്ല പെണ്ണാ, മിടുക്കത്തിയാ. എന്നാലും അവളെ ഞമ്മള് പഠിപ്പിക്കണമെങ്കിൽ 67 പഠിപ്പിക്കണം. അതിനും മാത്രം മുതല് ഞമ്മക്കൊണ്ടോടി? ഉമ്മ ഒന്നും പറഞ്ഞില്ല. അവൻ പോയില്ലേ അപ്പുറത്തേക്ക്? മജീദിനെ നോക്കി ബാപ്പ വീണ്ടും പറഞ്ഞു, പോടാ. മജീദ് വിഷാദത്തോടെ പോയി. അവൻ ജനലിങ്കൽ നിന്ന് ഇരുളിലൂടെ സുഹറായുടെ വീട്ടിലേക്ക് നോക്കിയപ്പോൾ കൈകളിൽ മുഖം താങ്ങിക്കൊണ്ടു മണ്ണെണ്ണ വിളക്കിന്റെ മഞ്ഞ തീനാളത്തിൽ നോക്കി ചിന്താമഗ്നയായി വരാന്തയിൽ ഇരിക്കുകയാണ് സുഹറ. അവനത് കണ്ടു. എന്തിനെ പറ്റിയാണ് അവൾ ചിന്തിക്കുന്നത്? ഇതോടെ 6ാമത്തെ അധ്യായത്തിന്റെ വായന പൂർത്തിയാകുന്നു.